അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമാണ്. ആശ്വസിച്ചോളൂ, അസ്വസ്ഥത വേണ്ട, ആശങ്ക വേണ്ട. എന്നാൽ മലയോര മേഖലകളിലേക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയുമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആറന്മുളയും റാന്നിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വെള്ളപ്പൊക്ക ഭീതി മാറിയിട്ടില്ല, പക്ഷേ വെള്ളം ഉയർന്നിട്ടില്ല. അതേസമയം പമ്പാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നു എന്നത് വളരെ ആശ്വാസകരമാണ്. പല മേഖലകളിലും കയറിയ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ്. അടുത്ത 3 മണിക്കൂർ വടക്കൻ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്, അതായത് റെഡ് അലേർട്ടാണ്. നമ്മൾ അല്പം ജാഗ്രതയോട് കൂടിയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പോകുന്നത് ആറന്മുളയിലേക്കാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ ഫീൽഡിൽ തയ്യാറായി കഴിഞ്ഞു. രാവിലെ 5:30 മണി മുതൽ അവർ തത്സമയം പ്രേക്ഷകർക്ക് വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഇന്നലെയുണ്ടായ ഭീതി ഇന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കും. ഉച്ചയോടുകൂടി നല്ല വെയിലൊക്കെ തെളിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ഒരിടത്തും മഴ മുന്നറിയിപ്പില്ല, എല്ലായിടത്തും പച്ചയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അലേർട്ടും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ സ്വസ്ഥമായി തന്നെ ഇരിക്കൂ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട സാഹചര്യമില്ല എന്നർത്ഥം. അപ്പോൾ ആറന്മുളയിലെ ഏഴിക്കാട് ഉന്നതി മുഴുവൻ പക്ഷേ വെള്ളത്തിലാണ്. 100ഓളം വീടുകളാണ് പ്രദേശത്തുള്ളത്. AV ജയശങ്കർ ഉണ്ട് നമുക്കൊപ്പം. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ജയശങ്കർ, പൊതുവേ ഇന്നിപ്പോൾ കാര്യമായ മഴ പെയ്ത് അങ്ങനെ നാശനഷ്ടങ്ങളോ കെടുതികളോ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കയറിയ വെള്ളം പലയിടത്തുനിന്നും ഇറങ്ങിപ്പോവാത്ത സാഹചര്യമുണ്ട്. എന്താണ് ഇവിടെ ഈ ആറന്മുള ഏഴിക്കാട് ഉന്നതിയിൽ സംഭവിച്ചിരിക്കുന്നത്? അവിടെയുള്ള ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടിലാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സർവത്ര വെള്ളം എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഈ ഉന്നതിയിൽ ഉള്ളത്. ആകെ എല്ലാ സ്ഥലത്തും വെള്ളമാണ്. ഇപ്പോൾ എൻ്റെ തന്നെ അരയോളം വെള്ളം ഉണ്ട്. അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ വെള്ളക്കെട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയോടൊക്കെ തന്നെയാണ് ശക്തമായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. പമ്പാ നദി കരകവിഞ്ഞ് തന്നെയാണ് വെള്ളം കയറിയത്. ഏകദേശം 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ വീടുകളുടെയൊക്കെ തന്നെ ഏകദേശം പകുതി ഭാഗം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളക്കെട്ട് ഇനി വരും മണിക്കൂറുകളിൽ കുറയുമെന്നൊരു പ്രതീക്ഷയിലാണ് ആളുകൾ. എന്തായാലും ഇവിടെ നിന്ന് ഈ അപകട സാധ്യതയൊക്കെ പരിഗണിച്ച് ആളുകളെയൊക്കെ തന്നെ ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആളുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. അവരൊക്കെ കൃത്യമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പക്ഷേ അവരുടെയൊക്കെ ആ വീടുകൾ, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഡോക്ടർ അരുൺ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്രമാത്രം ഭീകരമായ ഒരു മഴ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ വരവ് ഈ ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്നത് ഈ ഉന്നതിയിലെ ഈ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു തരും. കാരണം അത്രമാത്രം വെള്ളം ഇരച്ചു വന്നു ഡോക്ടർ അരുൺ. 2 ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ശേഷം മാത്രം ഉണ്ടായ ചെറിയ മഴയിലും പിന്നീട് പമ്പാ നദിയിൽ ഇരിച്ചെത്തിയ വെള്ളത്തിലുമാണ് ഇങ്ങനെ ഒരു നാടാകെ മുങ്ങുന്ന അവസ്ഥയുണ്ടായത്. ആറന്മുളയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എപ്പോൾ കുറയുമെന്ന കാര്യത്തിൽ ആളുകൾക്ക് ഒരു തരത്തിലുള്ള പിടിയുമില്ല. വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കയറി വരുന്നതനുസരിച്ച് ഡോക്ടർ അരുൺ ഈ വെള്ളത്തിൻ്റെ തോത് കുറയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് ഈ വെള്ളക്കെട്ട് വലിയ രീതിയിൽ ഉയർന്ന് പോവുകയാണ്. ഈ വെള്ളത്തിൽ പലതരത്തിലുള്ള പാമ്പ് ഉൾപ്പെടെയുള്ള അപകടകാരികളായ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയത്. വലിയ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്ന ആറന്മുളയിൽ. ആളുകളുടെ ജനജീവിതം ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടുന്ന് പരമാവധി ആളുകളെ മാറ്റാൻ പറ്റുന്ന പരമാവധി ആളുകളെ, പ്രശ്നമുണ്ടാകുന്ന പരമാവധി ആളുകളെ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒഴിപ്പിച്ച് മാറ്റി. അതിനാൽ തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ അപ്പോൾ പോലും അവരുടെ ജീവിതത്തെ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം വീട്, അവിടെ കിടക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട് ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. അത് അപ്രതീക്ഷിതമാണ് ഡോക്ടർ. ഓക്കെ, ജയശങ്കറാണ്. പത്തോളം വെള്ളത്തിലാണ് ജയശങ്കർ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സൂക്ഷിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇതിലൊക്കെ അണുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും ബാധകമാണ്. അത് പ്രത്യേകം എല്ലാവരും നമ്മൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരടക്കം പ്രത്യേകം ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുക്കുന്ന ആളുകളടക്കം കരുതുക. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ളൊരു ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം. അവിടെ പശുവിനെയും കൊണ്ട് ഒരാൾ പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യമാണ്. അവിടെയും ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വളർത്തുമൃഗങ്ങളെയൊക്കെ ആയിട്ട് മാറിപ്പോകുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലെ കയറിയ വെള്ളമാണ്. ഇന്നലെ രാത്രിയിൽ കാര്യമായ മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതെങ്കിലും പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ തീവ്രമായ മഴയുണ്ടായില്ല. അതാ ഇപ്പോഴും മഴ ചാറി നിൽക്കുന്നത് അവിടെ കാണാൻ പറ്റും. കയറിയ വെള്ളം ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ വളർത്തുമൃഗങ്ങളെ അടക്കം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. വെള്ളക്കെട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കുറച്ചുകൂടി ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പശു കാളയൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മൊത്തമൊക്കെ വെള്ളമാണല്ലോ എന്നുള്ളതാണ് ആലോചിച്ച് നിൽക്കുക. ഓഗസ്റ്റ് മാസമായത് പശുവിന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും
ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വെള്ളം കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇത് പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചകളാണ്. വളർത്തുമൃഗങ്ങളുമൊക്കെയായി ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെയും വെള്ളം കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. പമ്പയിൽ പക്ഷേ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ഒക്കെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നുകൂടി പകൽ കാര്യമായ മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ കയറിയ വെള്ളമൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വാർന്നു പോകും. ചെറിയ വെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. നാളെ കാര്യമായ മഴ മുന്നറിയിപ്പില്ല. എന്നാൽ 4-5 ദിവസം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്.